പണ്ട് ഒരു ഗ്രാമത്തിൽ ഒരു പാവപ്പെട്ട വിധവ താമസിച്ചിരുന്നു. അവർക്ക് 3 പെൺമക്കളുണ്ടായിരുന്നു. മക്കളെ വളരെ കഷ്ടപ്പെട്ടാണ് ഈ സ്ത്രീ വളർത്തിയത്. 3 പേരും കാണാൻ സാമാന്യ സുന്ദരിമാരായിരുന്നു. അത്യാവശ്യം വിദ്യാഭ്യാസമൊക്കെ കൊടുത്തിട്ട് ഈ അമ്മ 3 മക്കളെയും വിവാഹം കഴിപ്പിച്ചു. 3 പേരും 3 സ്ഥലത്തായി താമസം. അമ്മ വീട്ടിൽ ഒറ്റയ്ക്കായി. എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് അവരവിടെ കഴിഞ്ഞു പോന്നു. അങ്ങനെ ഇരിക്കെ ഈ അമ്മയ്ക്ക് ഒരു അസുഖം വന്നു. അവർക്ക് തീരെ വയ്യാതായി. താൻ മരിച്ചു പോകും എന്ന് ആ അമ്മയ്ക്ക് തോന്നി. അപ്പോൾ തൻ്റെ 3 മക്കളെയും ഒന്ന് കാണണം എന്ന് അവർക്ക് അതിയായ ആഗ്രഹം തോന്നി. അപ്പോൾ അവർക്ക് ഒരു അണ്ണാനുണ്ടായിരുന്നു. അവർ ഈ അണ്ണാനെ വിളിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞേ, എനിക്ക് എൻ്റെ മക്കളെ ഒന്ന് കാണണം, നീ വേഗം പോയി അവരെ 3 പേരെ ഒന്ന് വിളിച്ചുകൊണ്ട് വരണം. ഈ അമ്മയുടെ വീടിൻ്റെ അടുക്കള മുറ്റത്തുള്ളൊരു മരത്തിലായിരുന്നു ഈ അണ്ണാൻ്റെ താമസം. അമ്മ ആ ചോറ് വെക്കുമ്പോൾ ഓരോ ഉരുള ചോറ് അടുക്കള മുറ്റത്ത് കൊണ്ടുവന്ന് വെക്കും. അതാണ് ഈ അണ്ണാൻ കഴിച്ചിരുന്നത്. ഇപ്പോൾ ഈ അമ്മയ്ക്ക് വയ്യാതായി എന്ന് കണ്ടപ്പോൾ ഈ അണ്ണാന് വലിയ സങ്കടം ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുക്കണമല്ലോ എന്ന് കരുതിയപ്പോഴാണ് ഇങ്ങനെ മക്കളെ വിളിച്ചുകൊണ്ട് വരാൻ അമ്മ പറയുന്നത്. ഈ അണ്ണൻ ഉടൻ തന്നെ മൂത്ത മകളുടെ വീട്ടിലേക്ക് ഓടി. മൂത്ത മകൾ അപ്പോൾ അടുക്കളയിൽ പാത്രം കഴുകിക്കൊണ്ട് നിൽക്കായിരുന്നു. അണ്ണാൻ വേഗം ചെന്ന് പറഞ്ഞു, ഓടി വാ, അമ്മയ്ക്ക് തീരെ സുഖമില്ല. അപ്പോൾ ആ മകൾ പറഞ്ഞു, അയ്യോ ഞാൻ ഇപ്പം വരാം, ഈ പാത്രം ഒന്ന് കഴുകി തീർത്തോട്ടെ, 2 എണ്ണം കൂടെ ബാക്കിയുള്ളൂ. അണ്ണാൻ പറഞ്ഞു, നിൻ്റെ അമ്മയ്ക്ക് സുഖമില്ല, അപ്പോൾ നിനക്ക് പാത്രം കഴുകണം അല്ലേ? ശരി, നീ എന്നും ആ പാത്രങ്ങളോട് ചേർന്നിരുന്നോളൂ. അപ്പോൾ അവൾ കഴുകിക്കൊണ്ടിരുന്ന പാത്രം അവളുടെ ദേഹത്തേക്ക് ഒട്ടിപ്പിടിക്കുകയും അവൾ ഒരാമയായി തീരുകയും ചെയ്തു. അവിടുന്ന് അവൾ ഇഴഞ്ഞിഴഞ്ഞ് അങ്ങ് പോയി. അണ്ണാൻ വേഗം 2ാമത്തെ മകളുടെ അടുത്തെത്തി. അവൾ തുന്നുകയായിരുന്നു. അപ്പോൾ അണ്ണാൻ അവളോട് ഓടിച്ചെന്ന് പറഞ്ഞു, ഓടി വാ, അമ്മയ്ക്ക് തീരെ സുഖമില്ല. അവൾ പറഞ്ഞു, ഞാൻ ഈ തുണി ഒന്ന് തുന്നി തീർത്തോട്ടെ, ഞാൻ ഇപ്പോൾ ഓടി വരാം. അണ്ണാൻ പറഞ്ഞു, നിനക്ക് തുന്നി മതിയായില്ല അല്ലേ? നീ ജീവിതം മുഴുവൻ തുന്നിക്കൊണ്ടിരുന്നുള്ളൂ, അമ്മയെ കാണാൻ വരണ്ട. പെട്ടെന്ന് അവളൊരു ചിലന്തിയായിട്ട് മാറി. അണ്ണാൻ വീണ്ടും 3ാമത്തെ മകളുടെ അടുത്തേക്ക് ഓടി. അവിടെ ചെന്നപ്പോൾ മോള് മാവ് കുഴയ്ക്കായിരുന്നു. അവിടെ കയ്യിൽ നിറയെ മാവുണ്ടായിരുന്നു. അണ്ണാൻ അവളോട് പറഞ്ഞു, ഓടി വാ, അമ്മയ്ക്ക് സുഖമില്ല. അവൾ കൈ കഴുകാൻ പോലും നിന്നില്ല. ദേഹമൊക്കെ മാവ് പറ്റി പിടിച്ചിരിപ്പുണ്ടായിരുന്നു. അതൊന്നും ഗൗനിക്കാതെ അവൾ വേഗം അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. അമ്മയ്ക്ക് വെള്ളം കൊടുത്തു. താമസിക്കാതെ അമ്മ മരിച്ചു. അണ്ണാൻ ഇളയ മകളോട് പറഞ്ഞു, പ്രിയപ്പെട്ട കുട്ടി, നീ എല്ലാ കാലത്തും ജനങ്ങൾക്ക് സുഖവും സന്തോഷവും ഉണ്ടാകുമാറാകട്ടെ. ജനങ്ങൾ എന്നും നിന്നെ സ്നേഹിക്കുമാറാകട്ടെ. അവൾ തൻ്റെ കുടുംബത്തോടൊപ്പം വളരെ കാലം ജീവിക്കുകയും പിന്നീട് ഒരു ചിത്രശലഭമായി മാറുകയും ചെയ്തു. എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് അവൾ അങ്ങനെ പാറി നടന്നു.